നടൻ ഭീമൻ രഘുവും CPM-ലേക്ക് പോവുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJP പ്രവർത്തകനായിരുന്ന അദ്ദേഹം ഇതിന്റെ ഭാഗമായി CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്ക്കൊപ്പമാണ് AKG സെന്ററിലെത്തിയത്. അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാരായ V അബ്ദുറഹ്മാനും ശിവൻകുട്ടിയും ഉണ്ടായിരുന്നു. തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചുവന്ന പൊന്നാട അണിയിച്ചെന്നും ഭീമൻ രഘു പറയുന്നുണ്ട്. ചിന്തിക്കാൻ കഴിയുന്നവർക്ക് BJP-യിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ഭീമൻ രഘു പറയുന്നു. കഴിവുകൾ കാണിക്കാൻ BJP അവസരം തരുന്നില്ലെന്നും 2014 തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് പ്രയാസം അനുഭവിച്ചെന്നും പല സ്ഥലത്തും ചെന്ന സമയത്ത് പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നില്ലെന്നും രഘു പറയുന്നുണ്ട്. പൊതുവെ BJP കലാകാരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു ഇടമായല്ല പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. അർഹിക്കുന്ന പ്രാധാന്യവും സ്ഥാനമാനങ്ങളും BJP-യിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി നടനും സംവിധായകനുമായ രാജസേനൻ BJP വിടുകയുണ്ടായി. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം CPM-ൽ ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഒരു കലാകാരൻ എന്ന നിലയിൽ തനിക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സംവിധായകൻ രാമസിംഹ അബൂബക്കറും BJP വിട്ടിരുന്നു. കൂടാതെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച ചലച്ചിത്ര താരം കൃഷ്ണകുമാറും തനിക്ക് BJP സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള അവഗണനയെക്കുറിച്ച് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ താരങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് BJP-യെ കുഴക്കുകയും ചെയ്തിരുന്നു. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ കലാകാരന്മാരുടെ കൊഴിഞ്ഞുപോക്കിനോട് ഒരു നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ഥാനങ്ങൾ നൽകുവാൻ പരിമിതിയുണ്ടെന്നായിരുന്നു K. സുരേന്ദ്രന്റെ പ്രതികരണം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ KB ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ച ഭീമൻ രഘു BJP വിട്ടതും CPM-ലേക്ക് കുടിയേറിയതും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് BJP-യെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ പാർട്ടിയിലെ ഭിന്നതയും ചർച്ചയാവുകയാണ്.